ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ശരിക്കും നല്ല കറക്റ്റായിട്ടുള്ള ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് നാരങ്ങ വേണം. ഞാനൊരു 2 വലിയ നാരങ്ങയാണ് എടുക്കുന്നത്. ചെറിയ നാരങ്ങ ആണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ നീരെടുക്കണം നമ്മൾ. അപ്പം നീരെടുക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് അങ്ങനെ പ്രസ് ചെയ്ത് ചതച്ചെടുത്ത് നീരെല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എത്ര നീര് കിട്ടുന്നുണ്ടോ അത്രയും തന്നെ എടുത്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ നന്നായിട്ട് അമർത്തിയൊക്കെ പിഴിയുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും നമ്മുടെ ലെമൺ റൈസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം അതിനകത്ത് കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കളയാം നമുക്ക്. അപ്പോൾ എനിക്കിവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ചോറ് വേണം. വെള്ള കളറിലുള്ള ചോറാണ് വേണ്ടത് നമ്മൾക്കപ്പോൾ ഞാനിവിടെ പൊന്നിയുടെ ബോയിൽഡ് റൈസിലുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ബിരിയാണിയുടെ അരിയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാധാരണ പൊന്നി റൈസിലാണ് ഉണ്ടാക്കാറുള്ളത് എല്ലാവരും. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഇതിലോട്ട് നല്ലെണ്ണ ഒഴിക്കുക. നമുക്ക് ശരിക്കും നല്ല ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ ഒഴിക്കണം. കാരണം അവിടെയൊക്കെ എല്ലാവരും നല്ലെണ്ണയാണല്ലോ ഒഴിക്കുക. അപ്പം നല്ലെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുക് 1 സ്പൂൺ, അതുപോലെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതും ഒരു ടീസ്പൂണോളം ഇടുക. അതിനുശേഷം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. കുറച്ച് ഫ്രൈ ആയതിന് ശേഷം ഒരു കൈ നിറച്ച് നമ്മൾക്ക് ഈ കടല ഉണ്ടല്ലോ അതിടാം, എന്ന് വെച്ചാൽ നിലക്കടല. അത് ഇട്ട് ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇപ്പം ഉഴുന്നൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കടല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതാണ് ഞാനിവിടെ ഇടുന്നത്. ഇത് അധികം എരിവില്ലാത്തതാണ്. നമുക്ക് ലെമൺ റൈസിന് ഒരുപാട് സ്പൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് പൊടികൾ ഇടാം. കാരണം അതിൻ്റെ ചൂട് എന്തായാലും ഉണ്ടാവും നമ്മുടെ ആ പാനിൽ. അപ്പം ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളുടെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം പിന്നെ നമ്മൾക്കിനി ഉപ്പും കൂടെ ചേർക്കാം ഇതിലോട്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങയുടെ നീരൊഴിക്കുക. ഇപ്പോഴെല്ലാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ തീ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നാരങ്ങ നമ്മൾക്ക് തീ ഇങ്ങനെ ചൂടായി വെച്ച് കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇനി ചോറ്, വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ അത് ഇതിലോട്ട് ഇടാം. അപ്പം ഞാൻ ആദ്യം 2 കപ്പ് ഇടുന്നുണ്ട്. 2 കപ്പ് ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നന്നായി ഈ മസാലയൊക്കെ ചോറിൽ പിടിച്ച് നല്ല മഞ്ഞ കളറിലായിട്ട് വരും. അപ്പോഴത്തേക്കും കുറച്ച് മസാല കൂടിയ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കപ്പ് കൂടെ എക്സ്ട്രാ ചേർക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പാണ് ചേർത്തിരിക്കുന്നത്. 3 കപ്പിന് ഈ അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ എക്സ്ട്രാ ഒരു കപ്പും കൂടെ ഇട്ടല്ലോ, അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് അതും കൂടെ ചേർക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഉപ്പ് ചോറിട്ടതിന് ശേഷം നോക്കിയിട്ടിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിനെ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതിലോട്ട് ഉപ്പും മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് ഇതിനെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ചെയ്തതാണ്. എന്നാൽ ഇത് ലെമൺ റൈസിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെയും കൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ അധികമായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം മതി. അതിനുശേഷം എണ്ണ ചൂടായിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ചിപ്സ് വറുത്തെടുക്കണ പോലെ അങ്ങനെ ഒരുപാട് അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടുക. അങ്ങനെ വേവിച്ചെടുത്താൽ മതി ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്, മഞ്ഞ കളറിൽ. നിങ്ങൾ കറക്റ്റായിട്ട് ആ 3/4 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി. കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരു കളറ് മാറിയിട്ട് മഞ്ഞ കളറ് പോയിട്ട് ഒരു ഓറഞ്ച് കളറ് പോലെ ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കപ്പ് അരിയല്ല 3 കപ്പ് ചോറിന് ഒരു 3/4 കപ്പോളം മതി. അതിൽ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പം അത്രയേ ഉള്ളൂ. അതിന് ഒപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് വറുത്തതും കൂടി
ആയിട്ടാണ്. ശരിക്കും നല്ല കോമ്പിനേഷനാണ്. അതില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അച്ചാറിൻ്റെ കൂടെ കഴിക്കാം. അതും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഫ്രൈ, വാഴയ്ക്കയുടെ ഫ്രൈ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് കഴിക്കാം. ചേനയുടെ ഫ്രൈ വെച്ച് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലെമൺ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെന്നും സാധാരണ ചോറ് കഴിക്കുന്നതിന് പകരം ഇതുപോലൊരു ലെമൺ റൈസൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതൊരു വെറൈറ്റി ആയിരിക്കും. ഇതേപോലെ തന്നെ ഞാൻ കേർഡ് റൈസും സാമ്പാർ റൈസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ വേറെയും കുറേ വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോസിലൊക്കെ വരാം. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.